ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി 21ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചയിലുള്ള വിഷയം വുളൂ മുറിയുന്ന കാര്യങ്ങളാണ്. വുളൂ ശുദ്ധിയാണ്. ആ ശുദ്ധി മുറിയാനുള്ള 4 കാര്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. 1, മനീയ് പുറപ്പെടുക. 2, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. 3, മനുഷ്യന്റെ കൈയിന്റെ പള്ള കൊണ്ട്, ഉള്ള കൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. 4, പുരുഷനും സ്ത്രീയും, വലിയവരായ പുരുഷന്റെയും സ്ത്രീയുടെയും പരസ്പരം ശരീരം കൊണ്ട് പരസ്പരം സ്പർശിക്കുക. ഇതൊക്കെ വുളൂ മുറിയുന്ന കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. കിതാബിന്റെ ഉദ്ധരണിയോട് കൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. നവാഖിദുൽ വുളൂ, വുളൂ മുറിയുന്ന കാര്യങ്ങൾ. നാഖിദിന്റെ ബഹുവചനാണ് നവാഖിദ്. മുറിയുന്ന കാര്യങ്ങൾ, പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, വുളൂ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ. നവാഖിദുൽ വുളൂഇ അർബഅത്തുൻ, വുളൂ മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. അൽ അവ്വലു, ഒന്നാമത്തത്, ഖുറൂജു ശൈഇൻ ഗൈരി മനീഹി മിൻ ഫർജിൻ ഔ സഖബിൻ തഹ്ത സുറത്തിൻ വൽ ഫർജു മുൻസദ്ദുൻ ഐനൻ കാന ഔ റിഹൻ റത്ബൻ ഔ ജാഫൻ മുഅ്താദൻ ഔ നാദിറൻ മുത്തസിലൻ ഔ മുൻഫസിലൻ തൗഅൻ ഔ കർഹൻ അംദൻ ഔ സഹവൻ. ഖുറൂജ് പുറപ്പെടുക, ഷൈഇൻ വല്ലതും, ഗൈരി മനീഹി അവന്റെ മനീഹ് അല്ലാത്ത വല്ലതും പുറപ്പെടുക, മിൻ ഫർജിൻ ഗുഹ്യസ്ഥാനത്ത് നിന്ന്, ലൈംഗിക അവയവത്തിൽ നിന്ന് മനീയല്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ വുളൂ മുറിയും. ഔ സഖ്ബിൻ, അല്ലെങ്കിൽ ചിലർക്ക് ഗുഹ്യസ്ഥാനം ഇല്ലാതെ പ്രസവിക്കുകയൊക്കെ ചെയ്താൽ അതിന് പകരം ഒരു ഹോൾ ഇട്ടിട്ടൊക്കെ വരും. അതിലൂടെ മനീ പുറപ്പെട്ടാൽ, മനീയല്ലാത്തത് പുറപ്പെട്ടാൽ. തഹ്ത സുറത്തിൻ, ആ സഖ്ബ് എവിടെയാണ് സാധാരണ ഇടേണ്ടത്? ഇടല് തഹ്ത സുറത്തിൻ, പൊക്കിളിന്റെ താഴെ. അപ്പൊ പൊക്കിളിന്റെ താഴെയുള്ള ആ ഒരു സഖ്ബിലൂടെ, ഹോളിലൂടെ, ഒരു ഇട്ട തന്നെ ആകണമെന്നില്ല ഹോള്, അല്ലാതെ ഉള്ള ആ ഒരു ഓട്ടയിലൂടെ മനീയല്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ വുളൂ മുറിയും. വൽ ഫർജു, ഈ രണ്ടാമത്തെ ഓട്ടയിലൂടെ പുറപ്പെട്ടാൽ വുളൂ മുറിയൽ എപ്പോഴാണെന്നറിയോ? വൽ ഫർജു മുൻസദ്ദുൻ, ഗുഹ്യസ്ഥാനം അടഞ്ഞു കിടക്കുമ്പോൾ. ഏത് സ്ഥിതിയിൽ? വൽ ഫർജു, ഫർജ് മുൻസദ്ദുൻ, അടഞ്ഞു കിടക്കുകയാണ്. ആ സ്ഥിതിയിൽ ഇത് ഇൻസിദാദൻ ത്വാരിഅൻ, അത് അടഞ്ഞു കിടക്കുന്ന സമയത്ത്. അതായത് ഇൻസിദാദ് എന്ന് പറഞ്ഞാൽ പിന്നെ അടഞ്ഞു പോവുക, ത്വാരി എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായത്. അമൽ ഖൽഖിയു ഫയൻഖുദു മഅഹുൽ ഖാരിജു മിനൽ സഖബി, അതായത് നേരത്തെ സൃഷ്ടിപരമായി തന്നെ ഉള്ള ഒരു പിന്നെ ഇതോട്ടയാണെങ്കിൽ ഫയൻഖുദു മഅഹു, അതോടുകൂടെ തന്നെ എന്ത് ചെയ്യും? വുളൂ മുറിയും. അൽ ഖാരിജു മിനൽ സഖബി, ആ ഓട്ടയിൽ നിന്ന് പുറപ്പെട്ടാൽ വുളൂ മുറിയും. മുത്ലഖൻ, അത് നിരുപാധികം. സവാഉൻ കാന തഹ്ത സുറത്തി ഔ ഫൗഖഹ, അത് താഴെയായാലും മേലെയായാലും ഒക്കെ വുളൂ. അപ്പോ വുളൂ മുറിയുന്ന കാര്യങ്ങൾ. ഐനൻ കാന ഔ റീഹൻ, തടിയുള്ള വസ്തുവാണെങ്കിലും, ഇനി ഒരു റീഹ്, കാറ്റാണെങ്കിൽ. റത്തുബൻ ഔ ജാഫൻ, ഉണങ്ങിയതാണ്. റത്തുബ് എന്ന് പറഞ്ഞാൽ നനവുള്ളത്, ജാഫ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്. മുഅ്താദൻ ഔ നാദിറ, സാധാരണ പുറപ്പെടുന്ന സാധനമായാലും ശരി, നാദിറൻ അപൂർവമായിട്ടുള്ള വല്ലതും പുറപ്പെട്ടാലും വുളൂ മുറിയും. മുത്തസിലൻ ഔ മുൻഫസിലൻ, മുത്തസിലായിട്ടുള്ളതാണെങ്കിലും ശരി, മുൻഫസിലായിട്ടുള്ളതാണെങ്കിലും. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നത്, മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വേർപിരിഞ്ഞത്. ഇതിന്റെ ഉദാഹരണം എന്താണ്? 3-ാം നമ്പർ നോക്ക്. ദൂതത്തിൻ അഖ്റജത്ത് റഅ്സഹ, ഒരു പിന്നെ പുഴു, അത് അതിന്റെ തല പുറത്തിട്ടു. അപ്പോ തല പുറത്തിട്ടിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അത് മുത്തസിലായിട്ട് അങ്ങനെ കിടക്കുകയാണ് അവിടെ. അപ്പൊ തല പുറത്തിടലോടുകൂടെ വുളൂ മുറിഞ്ഞു. ഇനി വുളൂ എടുത്തിട്ട് പിന്നെ അല്പഭാഗം കൂടെ പുറപ്പെട്ട അപ്പോഴും വുളൂ മുറിയും. അതാണ് എന്ത് പറഞ്ഞത്? മുത്തസിലൻ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം. മുൻഫസിലൻ, ഇനി വേർപിരിഞ്ഞ സാധനമാണെങ്കിലും ശരി,
അപ്പൊ വുളു മുറിയും. തൗഅൻ ഔ കർഹൻ, അത് ഒരാള് തൊആയിട്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പുറപ്പെട്ടതാണ്. അങ്ങനെ ആയാലും ഔ കർഹൻ, അല്ലെങ്കിൽ ഒരാള് ബോധപൂർവം ഇത് പുറപ്പെടുവിച്ചതാണ്, എന്നാലും വുളു മുറിയും. അൻദൻ ഔ സഹ്വൻ, മനഃപൂർവമോ മറന്നിട്ടോ ആണെങ്കിലും വുളു മുറിയും. വൽ മയ്യിത്തു, എന്നാൽ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ മസാല, ലാ തന്തഖിദു ത്വഹാറത്തുഹു, മയ്യത്ത് ശുദ്ധീകരിച്ചാൽ പിന്നെ ആ ശുദ്ധി മുറിയൂല. ലാ തന്തഖിദു, മുറിയൂല, ത്വഹാറത്തുഹു, മയ്യത്തിന്റെ ശുദ്ധി. ബി ഖുറൂജി ഷൈഇൻ, വല്ലതും പുറപ്പെടൽ കൊണ്ട്, മിൻഹു, മയ്യത്തിൽ നിന്ന് വല്ലതും പുറപ്പെട്ടാൽ മയ്യത്തിന്റെ ശുദ്ധി മുറിയുന്നതല്ല. വൈന്നമാ തജിബു ഇന്നമാ തജിബു, അവിടെ നിർബന്ധമാകുന്നത് എന്തു മാത്രമാണ്, ഇസാലത്തുൻ നജാസത്തി മിൻഹു, നജസ് നീക്കൽ മാത്രമാണ് നിർബന്ധം. ഇന്നമ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ അറിയാം, ഹസുറിനുള്ളതാണ്. ഇന്നമ ഒരു ജുംലയിൽ വന്നാൽ ആ ജുംലയുടെ രണ്ടാം അർത്ഥത്തിലാണ് ആ ഹസുർ ബാധകമാവുക, നിർബന്ധമാകും. എന്തുമാത്രം, ഇസാലത്തുൻ നജാസത്തി, നജസ് നീക്കൽ മാത്രം നിർബന്ധമാകും മയ്യത്തിൽ നിന്ന്. വുളു പുതുക്കേണ്ടതില്ല, വുളു എടുത്തു കൊടുത്ത വുളു മുറിഞ്ഞു പോകൂല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, വസ്സാനി സവാലു തമീസിൽ അഖ്ലി, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ബുദ്ധിയുടെ സവാല് നീങ്ങുക. തമീസുൽ അഖ്ൽ, ബുദ്ധിയുടെ വകതിരിവ്. തമീസ്, വകതിരിവ്. എന്താണ് വകതിരിവ് എന്ന് പറഞ്ഞാല്, സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യുന്ന ഒരവസ്ഥ, അതാണിത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, അതില്ലാതാവുക. എങ്ങനെയൊക്കെ ആകാം, ബിസക്രിൻ, മസ്ത് ഉണ്ടാവുക, ഔ ജുനൂനിൻ, അല്ലെങ്കിൽ ഭ്രാന്ത്, ഔ ഇഗ്മാഇൻ, അല്ലെങ്കിൽ ബോധക്ഷയം, ഔ നൗമിൻ, അല്ലെങ്കിൽ ഉറക്കുകൊണ്ട്, ബോധക്ഷയം കൊണ്ട്, ഭ്രാന്ത് കൊണ്ട്, അല്ലെങ്കിൽ മസ്തു കൊണ്ട്, ഇതൊക്കെ കൊണ്ട് ബുദ്ധിയുടെ ബോധം പോകാം. അങ്ങനെ ബോധം പോയാൽ വുളു മുറിയും. എന്നാൽ ഉറക്ക് ഇല്ലാ നൗമ മുമക്കിനിൻ മഖഅദഹു, ആരുടെ ഉറക്കൊഴിയുക, ഇല്ലാ നൗമ മുമക്കിനിൻ, സൗകര്യപ്പെടുത്തി ഉറങ്ങുന്ന ആളുടെ ഉറക്കൊഴിയുക. മഖഅദഹു, ഇരിപ്പിടം സൗകര്യപ്പെടുത്തി ഉറങ്ങുന്ന ആളുടെ ഉറക്കൊഴിയുക. ഹത്തന്തിബാഹിഹി, അയാൾ ഉറങ്ങുന്നത് വരെ ആ ഇരിപ്പിടം സൗകര്യമായിട്ട് അങ്ങനെ ഉറച്ചെന്ന് നിൽക്കുന്നുണ്ട്, എന്നാൽ അയാളുടെ വുളു മുറിയില്ല. ഐ അല്യൈഹി മിൻ മഖറിഹി ഫലാ തംകീന ലിമൻ ബൈന മഖഅദിഹി വ മഖറിഹി തജാഫ്, അതായത് രണ്ട് ചന്തിഭാഗങ്ങൾ ഉറപ്പിച്ചിരുന്നു, ഇനി കാറ്റ് പുറപ്പെടൂല, ആ രീതിയിൽ ഉറപ്പിച്ചിരുന്നു, അവരെ ഉറക്ക് പ്രശ്നമില്ല. എന്നാലോ അതിൻ്റെ ഇടയിൽ അങ്ങനെ പോകാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ ആ ഉറപ്പിന് പ്രസക്തിയില്ല. ലാ യന്തഖിദുൽ വുളൂഉ, വുളൂ മുറിയുന്നതല്ല, ബിനുആസിൻ, തൂങ്ങി ഉറക്കം കൊണ്ട്. ഒന്ന് തൂങ്ങിപ്പോയാൽ അതുകൊണ്ട് വുളൂ മുറിയും. വലാ ബി അവാഇലി നശ്വത്തി സക്രി, വലാ ബി, അവലിന്റെ ബഹുവചനാണ് അവാഇൽ, ആദ്യ കാര്യങ്ങൾ. നശുവത്ത് എന്ന്, നശുവത്തു സുക്ക് എന്ന് പറഞ്ഞാൽ മുഖദ്ദിമാത്തു, അതിന്റെ ആമുഖങ്ങൾ. മസ്താകുന്നതിന്റെ മുമ്പുള്ള ഒരവസ്ഥ സക്ർ, മസ്തിന്റെ ആദ്യഘട്ടങ്ങൾ കൊണ്ട് വുളു മുറിയുന്നതല്ല, മസ്തായാലാണ് വുളു മുറിയുക. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. മൂന്നാമത്തെയും നാലാമത്തെയും ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വുളു മുറിയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിഷയം എന്തുമാത്രമാണ്, വുളു മുറിയുക എന്നത് മാത്രമാണ്. അവിടെ വുളു മുറിയുന്ന കാര്യങ്ങളൊക്കെ പറയും. പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണ്, മാനദണ്ഡം വുളു ഇബാദത്തിന്, ഇബാദത്തിനുള്ളതാണ്. ഇബാദത്തിന് വേണ്ടി, ഇബാദത്തിന്റെ അടിസ്ഥാനം എന്താണ്, ഖുശൂ, ഭക്തിയാണ്. ആ ഭക്തിയുടെ കൂടെ ഉണ്ടാകേണ്ടത് ശുദ്ധി, അതുപോലെ നല്ല ചിന്ത ഒക്കെയാണ്. അതിന്റെ ഓപ്പോസിറ്റിലുള്ള ചിന്തയാണ് വൈകാരികത, ലൈംഗികത, ഇതൊക്കെ അതിന്റെ ഓപ്പോസിറ്റാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങൾ സംഭവിച്ചാൽ അത് വുളു മുറിയുന്ന കാര്യമാണ്. ശുദ്ധി മുറിയും. ആ ശുദ്ധി മുറിഞ്ഞാൽ ആ ശുദ്ധി ഒന്ന് പുതുക്കണം. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്, ഇതിന്റെ രത്നച്ചുരുക്കം. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചിലർക്ക് ചിലപ്പോഴൊക്കെ സംശയങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതായത് സെക്സ് പറയുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുന്നു എന്ന്. അത് മനസ്സിലത് ഉണ്ടാകുമ്പോൾ തോന്നാനാണ് അങ്ങനെ സാധ്യത. മറിച്ച് ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം ഒരു എന്താണ്, സെക്സ് ചർച്ച ചെയ്യുന്ന മറ്റൊരു ഏരിയയിൽ ഇതൊരു പോസിറ്റീവാണ്. അതേസമയത്ത് അവിടെ പോസിറ്റീവായി തന്നെ വേറെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇബാദത്തിന്റെ ഒരു ഡിമാൻഡാണ്, നിബന്ധനയാണ്, ഷർത്താണ് വുളു, ശുദ്ധി. ആ ശുദ്ധി മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ
അത് കഴിഞ്ഞ് അതിന് അത്ര സംഭവങ്ങൾ ഉണ്ടായാൽ വുളു പുതുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് മനീയല്ലാത്ത വല്ലതും ഇതിലൂടെ പുറപ്പെട്ടാൽ അത് ഒരു ലൈംഗികാവയവം എന്ന് പറയുന്നത് മാലിന്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. മുൻദ്വാരം പിന്ദ്വാരം എന്നൊക്കെ പറയുന്നത് മാലിന്യങ്ങളുടെ ഒരു യൂറിനായാലും ഇനി പിന്നെ കാഷ്ടമാണെങ്കിലും ഒക്കെ അത് മാലിന്യമാണ്, രോഗാണുക്കൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതൊരു ശുദ്ധിയുടെ ഓപ്പോസിറ്റാണ്. അതുണ്ടായാൽ ശുദ്ധി ഒന്ന് പുതുക്കണം. ഇത്രയേ അതിന്റെ ചുരുക്കം രൂപമുള്ളൂ. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയുടെ വകതിരിമേനിയ. അപ്പൊ ബുദ്ധി വളരെ പ്രധാനമാണ് ഒരു ശുദ്ധി, ഒരു ഇബാദത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ബുദ്ധി നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് ശുദ്ധി പുതുക്കണം. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.